നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊഞ്ചുമട എന്ന സ്ഥലമാണ്. അതിമനോഹരമായ ദൃശ്യങ്ങൾ. ഇവിടെ ഒരു പാലം പണിതുകൊണ്ടിരിക്കുന്നു. 4 ടെർമിൽ 4 പങ്ക് ഗൂഗിൾ മാപ്പ് അടിച്ചാൽ ഇവിടെ വരുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് പൊങ്ങലക്കരി. ഈ ഒരു അരമണിക്കൂർ യാത്ര ഉള്ളു. നമ്മുടെ ആർ ബ്ലോക്ക് എന്നുള്ള സ്ഥലമില്ല. ആർ ബ്ലോക്ക് ബോട്ടില്ല ഇവിടെ. നമുക്കൊക്കെ ബോട്ട് ചെറിയ വള്ളം ഉള്ളതുകൊണ്ട് വെള്ളത്തെ പോകുന്നത്. നിങ്ങൾ മലരിക്കൽ ആമ്പൽ വെള്ളസം കാണാൻ പോകത്തില്ലേ? അതിൽ കൂടുതൽ ആമ്പലുള്ള സ്ഥലമുണ്ട് ഇവിടെ അപ്പുറത്ത്. 14,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ഇവിടുന്ന് അരമണിക്കൂർ വെള്ളത്തെ പോയാൽ കിണ്ണൻ വ്യൂ കണ്ടിട്ട് പോരാ. അത് രാവിലെ പറഞ്ഞല്ലേ? രാവിലെ ഇവിടുന്ന് വെള്ളം കിട്ടുമോ? ഇവിടെ രാവിലെ വന്നാൽ വെള്ളമൊക്കെ അറേഞ്ച് ചെയ്ത് തരാം. ആണോ? വെള്ളത്തെ പോയാൽ സുഖമായിട്ട് മലരിക്കക്കാരൻ നല്ല അടിപൊളി വ്യൂ ആണ്. അവിടെ കൃഷി ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമുള്ളൂ. ഒരു പ്രാവശ്യമുള്ളൂ. എല്ലായിടത്തും ഒരു വർഷമുള്ളൂ. ഇവിടെ എല്ലാം ഈ പാടത്ത്. ഇവിടെ ആമ്പൽ നിങ്ങൾ വിത്തിട്ടിട്ടില്ലേ? ഇവിടെ ഇത്തവണ വിത്തിടുന്ന തിരിക്കുക. ആണോ? അടുത്ത വർഷം കൊയ്ത്ത് കഴിഞ്ഞ ഈ സാധനം ഈ ബണ്ടക്കടെ പോകുന്നു. ഇവിടെ ബൈക്ക് കയറി പോകും. ബൈക്ക് എല്ലാവരും വീട്ടിൽ പോകും. അങ്ങോട്ട് വഴി എന്തുമാത്രം ഉണ്ട്? അങ്ങോട്ട് ഇവിടെ ഒരു 100-128 വീടുണ്ട്. ഉണ്ടല്ലേ? ഇത് അയ്മനം പഞ്ചായത്താണോ തിരുവാർപ്പ് പഞ്ചായത്ത്? കുമരകം പഞ്ചായത്ത്. കുമരകം പഞ്ചായത്തിന്റെ 8ാം വാർഡ്. 8ാം വാർഡ്. ഈ പാലം ഭയങ്കര പാലം, ബസ് കയറുന്ന പാലമാണല്ലോ. ഇത് വലിയ പാലമാണ്. അപ്പുറത്ത് ഭയങ്കര ഒരു ടൂറിസ്റ്റ് ഭാഗമായിട്ട് നമ്മുടെ ഒരു 420 ഏക്കർ പാടം ഒരു പാർട്ടി മേടിച്ച്, ഇന്റർകോം എന്ന് പറഞ്ഞൊരു കമ്പനി മേടിച്ചിട്ടുണ്ട്. അതായത് പണ്ട് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു വിവാദ ഭൂമി ഉണ്ടായില്ലേ, മെത്രങ്കായൽ എന്ന് പറഞ്ഞ, അറിയോ? ഭൂസമരമൊക്കെ അത് അതിനു വേണ്ടിയാണ് ഈ പാലം പണി. ഒരുപാട് സാധ്യത ഇതോ ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരും. ഇത് അപ്പടെ ഇതൊരു വലിയ തെരച്ചായിട്ട് വരും. ഇതൊരു ബോട്ട് കെട്ടിയൊക്കെ ഇനി ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ ആറ് ഇതുമായിട്ട് കണക്ഷൻ എങ്ങനെയാ ബോട്ട് പോകുന്നത്? നമ്മുടെ മേണിച്ചിലാറിന്റെ ഒരു കൈവഴിയാണ്. ആണോ? അത് ഇവിടുന്ന് അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ചുങ്കത്തുനിന്ന് വരുന്ന വഴിയാണോ? ഇതാണോ? ഇവിടെ വന്ന് കൊടുവരാറും മേണിച്ചിലാറും ഇത് ചെന്ന് തീരുന്ന എൻഡിന് കൊടുവരാറും മേണിച്ചിലാറും കൂടെ വന്ന് കയറുന്ന സ്ഥലമാണ്. ഇത് ഇങ്ങനെ അങ്ങോട്ട് ചെന്ന വലിയൊരു ആറാണ്, മുത്തേരുമട എന്ന് പറഞ്ഞൊരു ആറ്റിലോട്ട് ചെല്ലുന്നത്. അവിടെ ആണ് ഈ ചുണ്ടൻവള്ളം കളിയുടെ നെഹ്റു ട്രോഫിയുടെ ഇവിടെ കുമരകത്തെ പ്രാദേശിക ക്ലബ്ബുകളൊക്കെ ട്രെയിൽ ചെയ്യുന്നത്. ഇപ്പൊ അടുത്ത ആഴ്ച മുതൽ ഭയങ്കര നിരക്കായിരിക്കും ഇവിടെ. അതുപോലുള്ളൊരു സ്ഥലമാണ്. ഈ ആറ് എങ്ങോട്ടാ ഏട്ടാ പോകുന്നത്? ഇതിങ്ങനെ അങ്ങോട്ട് വേമ്പനാട്ട് കായല്. അത് വേമ്പനാട്ട് കായൽ എന്ന് പറഞ്ഞ സ്ഥലം ഏതാ? കുമരകോ? കുമരകം. നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ 1 കിലോമീറ്റർ അപ്പുറത്ത് ചെല്ലുമ്പോൾ അകത്തോട്ടൊരു വഴിയുണ്ട്. ആദ്യം ചെല്ലുന്നത് ജംഗ്ഷൻ, അത് കഴിഞ്ഞ് ശകലം മുന്നോട്ട് പോകുമ്പോൾ അവിടുന്ന് ഇടത്തോട്ട് വഴിയുണ്ട്. അതില് സ്ട്രൈറ്റ് പോവുകയാണെങ്കിൽ ഈ അവിടെ ഒരു ബോട്ട് ടെർമിനലുണ്ട്. ഇതിന് നല്ല ഭംഗിയാണ് കായലിന്റെ സൈഡിൽ. 4 പങ്കാണോ? 4 പങ്ക്. അതിവിടെ ഞങ്ങൾ പോയായിരുന്നു. നല്ല രസമുണ്ട് ഇവിടെ. ഈ തോട് അങ്ങോട്ട് 4 പങ്കിലാണ്. 4 പങ്കിലോട്ട് നിങ്ങൾ പോകുന്നതിനിടയ്ക്ക് ആ ഒരു അമ്പലത്തിന്റെ അവിടെ ഒരു ചെറിയ തോടില്ലേ? അമ്പലത്തിന്റെ ഭാഗം കൂടെ അല്ലേ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു പോയെ? അമ്പലത്തിന്റെ ഭാഗം തോടായത്. നേരത്തെ ഇവിടെ പച്ചമീൻ കടയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ കായൽ മത്സ്യമാണോ? അത് കായൽ മത്സ്യമുണ്ട്, കടൽ മത്സ്യമുണ്ട്. ഇത് ചായക്കടയാ അല്ലേ? ചായക്കട. നല്ല രസമുണ്ട്. കുറ്റി അടിച്ചാണ് ഇപ്പൊ അപ്രോച്ച് റോഡ് വരുന്നത്. എന്തോ കുറ്റി അടിച്ചാണോ വരുന്നത്? മറ്റേ ഫയലടിച്ച് പെൺകുറ്റി അടിച്ചിട്ട് ഇതിന്റെ മേളിൽ ഈ കല്ല് നിരത്തും. കല്ല് നിരത്തിയിട്ട് അതിന്റെ മേളിൽ PCC ചെയ്ത് കമ്പ് കെട്ടി വാർക്കാനാ. ഇതൊന്ന് തീർന്നാൽ നല്ല ഇതായിരുന്നു. ബസ് അങ്ങോട്ടും വെള്ളം അടിച്ചാലേ ഉള്ളൂ ചേട്ടാ പോവുള്ളൂ. വെള്ളം പോകുമ്പോഴേ ലെവൽ വരുമ്പോ അതിന്റെ കൂടെ ബോട്ട് പോവോ? പിന്നെ ബോട്ട് പോവും. ഇത് പൊളിച്ചോളൂ ഈ മുട്ടൊക്കെ പൊളിച്ചു. മുട്ടൊക്കെ പാലമണിക്ക് വേണ്ടി ഉണ്ടാക്കിയ മുട്ടാണ്. പാലമണിക്ക് താൽക്കാലികമായിട്ട് നമുക്ക് നടന്നു പോകാൻ വേണ്ടി. എത്ര വർഷമായി? 2 വർഷമായോ പാലമണി? ഇല്ല, ഒരു വർഷം. ഇവിടെ വെള്ളം കയറുമോ ചേട്ടാ? വെള്ളം കയറുമോ? ഇല്ലല്ലേ? നിങ്ങൾ 2 ആഴ്ച മുമ്പ് വരുവാണെങ്കിൽ ഇവിടെ മുട്ടിന് മേളിൽ വെള്ളം ഉണ്ട്. നല്ല ഒഴുക്കായിരിക്കില്ലേ? അതൊക്കെ ഉണ്ടാവും. ഭാഗ്യല്ലേ മോനെ? ആഫ്രിക്കൻ പായല് കണ്ടമാനം അടിഞ്ഞു കിടക്കും. പാലത്തിന്റെ അടിയാണ് കാണിക്കുന്നത്. പാലത്തിന് നല്ല രസമുണ്ടല്ലേ? അവിടെ ഒരു ചായക്കടയുണ്ട്.
വള്ളം ചോർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അതിമനോഹരമായ സ്ഥലമാണ് കണ്ടോ. എന്നിട്ട് പിന്നെയും കഴിക്കാൻ പോയല്ലോ. ഇത് എത്താൻ ഇവിടം വരെ ബസ് വരുള്ളൂ. ഇങ്ങോട്ട് പാലം തീരണം. ഈ വഴിയിലൂടെ പോവുക, ചെറിയ പാലം. പാലത്തിന് അടിപൊളി ചെന്ന് അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അതുകൊണ്ട് ഒരു സ്കൂളിൽ നിന്നൊരു കുട്ടി വീട്ടോട്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് നല്ല ചായക്കട. ഈ ചായക്കട ചേച്ചിയോട് രണ്ടു ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ചായക്കടയായിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം, അതെ വല്ലതും കിട്ടുന്നുണ്ടോ? ചോദ്യങ്ങളൊക്കെ അല്ല ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ അല്ല ചായ കുടിക്കണേ കൊമരാൻ ചെല്ലണ്ട. അപ്പൊ എത്ര രൂപയ്ക്ക് കൊടുക്കുന്ന ചേച്ചി? ആ തുച്ഛമായ ഒരു രീതിയിൽ അത് കച്ചവടം ലാഭം ഉണ്ടായിട്ട് നിരന്തരം വല്ല കഞ്ഞിയും കുടിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനം. നല്ല കാര്യം, എല്ലാരും സഹകരിക്കുന്നുണ്ടല്ലോ. സഹകരിക്കാൻ പറ്റും. ഇന്ത്യൻ കോഫി, ഇവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസ് പോലത്തെ ഒരു കടയാ അല്ലേ? അത് ഞാൻ ഇട്ടോ വീഡിയോയിൽ അങ്ങനെ എന്നാ ഇത് കാപ്പി വിലയില്ലെന്ന് പറഞ്ഞപ്പോ ചേച്ചി ഒരു കാപ്പി. അടിപൊളി. കാപ്പി അങ്ങോട്ട് പോട്ടെ. കാപ്പി ഇവർക്ക് കൊടുക്ക്, ഇവര് വന്നിരിക്കുന്ന സ്ഥിരം കുടിക്കാർക്ക് കൊടുക്ക്. എല്ലാരും കുടിച്ചു കൊടുത്ത് പാലമണിക്കാരും എല്ലാം കുടിച്ചിട്ട് സാറുമാര് വന്നിട്ട് ഈ ഫോട്ടോ എടുത്താൽ പോകും. ചേച്ചിക്ക് ഒരു കൈത്താങ്ങല് സഹായമായിട്ട് കാപ്പി കുടിക്ക്. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരട്ടെ. ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. ഫോട്ടോ വരുമ്പോ ചേച്ചി കട അടച്ചിട്ടാണ് പോകും. ഇത് എപ്പോഴാ തുടങ്ങുന്നത്? വൈകുന്നേരം മാത്രമേ ഉള്ളൂ? രാവിലെ ഉണ്ട് വൈകുന്നേരം പോകും. ചേച്ചിക്ക് വേറെ കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ അക്കരെയാണോ വീട്? പാലമണി തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് നല്ല രസമുണ്ട് ഈ ആഫ്രിക്കൻ പായൽ ഇങ്ങനെ കിടക്കുന്ന കാണാൻ. പാലം പണി തീരാൻ നിൽക്കാ. ജർമ്മൻ പോലെയാണോ? ആഫ്രിക്കൻ പായൽ വേറെ. ഈ തോട് നേരത്തെ എങ്ങോട്ട് ചെല്ലും? കുമരമാണോ? ഓക്കെ, താങ്ക് യു. നീതി അങ്ങ് നടത്തി ഇതുവല്ല ഷൂട്ട് ചെയ്ത് പോവാം. ആണോ? ഇതാറ ഈ പച്ചമീൻ കട? പച്ചമീൻ കട വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന കടയോ? പഴയൊരു പച്ചമീൻ കടയാണ്. ഇത് കണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് നല്ല രസം. ദേ മനോഹരമായ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാടവും അതുപോലെ തന്നെ ആറും നെല്ലും
നല്ല താറാവും ആഫ്രിക്കൻ പായലും ഒക്കെ ഉണ്ട്. നമുക്ക് താറാങ്കൂട്ടങ്ങളെ കാണാം. അടിപൊളി താറാങ്കൂട്ടങ്ങൾ. നമ്മൾ താറാങ്കൂട്ടങ്ങൾ എടുത്തോട്ട് എത്തുകയാണ്. മനോഹരമായ പാടത്ത് വെള്ളം കയറി കിടക്കുന്നു. നമ്മളെ കണ്ടപ്പോൾ താറാങ്കൂട്ടങ്ങൾ പയ്യെ മൂവ് ചെയ്യുകയാണ്. ഇത് മനോഹരമായ താറാവുകൾ, അതിമനോഹരമായ താറാവുകൾ. നല്ലൊരു ഗ്രാമപ്രദേശം, അടിപൊളി. ഇതൊക്കെ കേരളത്തിന് ടൂറിസമായിട്ട് വികസിച്ച് വന്നിരുന്നെങ്കിൽ നല്ല കരിക്കാണ് കിടക്കുന്നത്. കയ്യെത്തും ദൂരത്ത് കരിക്ക് കിടക്കുന്നുണ്ടോ. അടിപൊളി സ്ഥലം ഉണ്ടോ. കൂനെ അടിച്ചിരിക്കുന്നു. ഇത് താറാവുകൾ നടന്നു. ഇത് അവിടെ താറാവുകൾ കണ്ടോ. ഇതുവഴിയൊക്കെ ആളുകൾ നടന്ന് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അവിടെയൊക്കെ വീടുകളുണ്ട്. സ്കൂൾ പിള്ളേരൊക്കെ ഇതുവഴി ആണ് വീട്ടിലോട്ട് പോകുന്നത്. കണ്ടോ, നല്ല സ്ഥലമല്ലേ. ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്, പക്ഷേ എന്ത് കണ്ടോ, ബൈക്കൊക്കെ പോകുന്ന സ്ഥലമാണ്. അങ്ങ് ആഫ്രിക്കൻ താറാവ് കൂട്ടൊക്കെ തണ്ട പോകുന്നു. പൊക്കോണ്ടിരിക്കുന്നു. പക്ഷികളൊക്കെ പറന്നു വരുന്നു. തുമ്പികളെ നമ്മളാ കണ്ട വണ്ടി അത് ഇവിടം വരെ വരുള്ളൂ. ആ കണ്ട പാലമാണ് പണി തീർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര മനോഹരമായ ഹരിത കാഴ്ചയാണ് സുഹൃത്തുക്കൾ. ഇത് കണ്ടൽ മരങ്ങളാണ് കണ്ടോ. കണ്ടൽ മരങ്ങൾക്കടിയിൽ പക്ഷികൾക്ക് മുട്ടയിടാനും അതുപോലെ തന്നെ മത്സ്യങ്ങൾ മുട്ടയിടുന്നതും ഒക്കെ ഈ കണ്ടൽ മരത്തിൻ്റെ അടിയിലാണ്. പക്ഷികൾ കൂടുകൂട്ടും, പ്രത്യേകിച്ച് മത്സ്യങ്ങൾ. ഇത് കണ്ടോ, ഇഷ്ടംപോലെ മീനുകൾ ഇവിടെ വന്ന് മുട്ടയിടുന്നുണ്ട്. ഇത് നമ്മുടെ തുമ്പികളെയൊക്കെ കാണണമെങ്കിൽ ഇവിടെ വരണം. എന്തുമാത്രം തുമ്പികളുണ്ട് ക്യാമറയ്ക്കകത്ത്. മനോഹരമായ കാഴ്ച. താറാങ്കൂട്ടങ്ങൾ ആ വീട്ടിലെ പോകുന്നു കണ്ടോ. ഒരു പട്ടാള സൈന്യം മാർച്ച് ചെയ്യുന്ന പോലെ ഏറ്റവും ലീഡ് ചെയ്ത ഒരാൾ ആ താറാവിൻ്റെ പുറകെ താറാങ്കൂട്ടങ്ങൾ പോകുന്നു. വളരെ മനോഹരമായ കാഴ്ച, അതിമനോഹരമായ പാടശേഖരം. വരുന്ന താറാവുകൾ കണ്ടോ. തൈത്തെങ്ങുകൾ, കണ്ടൽ മരങ്ങൾ, അതിമനോഹരമായ കാഴ്ച. ഇവിടെ ഒരു തെങ്ങ്. ആഹാ, എത്ര സുന്ദരമാണ് ഈ കേരളം. കുമരകത്തിൻ്റെ സൗന്ദര്യം, തിരുവാർപ്പിൻ്റെ സൗന്ദര്യം, നാലിപങ്കിൻ്റെ സൗന്ദര്യം. ഇതാ ഈ ക്യാമറ കണ്ണുകളിലൂടെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ, ആകാശക്കാഴ്ചകൾ കൂടി താറാവൂടെ പോകുന്നു. നേരെ നോക്കുന്നത് അവിടെ എല്ലാം വീടുകളുണ്ട്. കർഷക തൊഴിലാളികളുമാണ്. സ്കൂളിലൊക്കെ പോയി പിള്ളേർ ഇതുവഴി നടന്നു പോകുന്നത്. അങ്ങ് ചെല്ലണം അവരുടെ വീട്ടിൽ. കണ്ടോ, ഇവിടെ പാമ്പുമുണ്ട്. ഇതാണ് ജർമ്മൻ പായൽ, ആഫ്രിക്കൻ പായലിൻ്റെ പൂ കേട്ടോ. ഇതാണ് പൂ. ഇവിടെ 2-3 പൂ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാണ് ഇവൻ്റെ പൂ. ക്ലോസ് നോക്കിയിരിക്കേണ്ട പൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പർ കുട്ടനാട് സൗന്ദര്യങ്ങളാണ് കണ്ടോ.
ഈ ആഫ്രിക്കൻ പായൽ പൂത്ത് നിൽക്കുന്നതാണ് കാണിച്ചത്. അടുത്ത നല്ല വീഡിയോയുമായി വരുന്നതായിരിക്കും. മെൽവിൻ ഷ്യൂസ് സൈനിങ് ഓഫ്. ഇതാണ് ക്ലോസ് വ്യൂ തരാം. ഇതാണ് ആഫ്രിക്കൻ പൂ.